ശ്രീനാരായണ ട്രെയിനിംഗ് കോളേജ് നെടുങ്കണ്ടയിലെ നാച്ചുറൽ സയൻസ് ഓപ്ഷണൽ വിദ്യാർത്ഥിനിയാണ്. ബി.എഡ് സെക്കൻഡ് സെമസ്റ്ററിന്റെ ഭാഗമായി നടത്തുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നാച്ചുറൽ സയൻസ് ഓപ്ഷണലിൽ നിന്നും ഞാനും എൻ്റെ സുഹൃത്തുക്കളായ അഞ്ജന എ.ആർ, ഭുവന പി, രോഹിണി അനിൽകുമാർ, ശില്പ എ, പൂജ എസ് കുമാർ, സ്വാലിഹ എസ്.എൻ, അനുശ്രീ എസ്.ആർ എന്നിവർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന വിദ്യാഭ്യാസ ആർട്ടിക്കിൾസിനെ ഒരു മാട്രിമോണിയൽ പ്രോഗ്രാമിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. Welcome to another beautiful episode of KKPP Matrimony. Kitte Kitti Poya Poo. Co-sponsored by രാജൻ പന്തൽ വർക്സ്. കല്യാണം ഇനി എവിടെ വെച്ചുമാകട്ടെ, പന്തൽ രാജചേട്ടൻ്റെ മാത്രം. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. നിങ്ങൾ നല്ല കല്യാണപ്പന്തൽ പണിക്കാരെയാണോ അന്വേഷിക്കുന്നത്? എന്നാൽ ഒട്ടും വൈകിക്കണ്ട, വേഗം വിളിച്ചോളൂ രാജൻ പന്തൽ വർക്സ്. വിവാഹ നിശ്ചയം, കല്യാണം, പിറന്നാൾ ആഘോഷം, നൂലുകെട്ട്, വളകാപ്പ്, അങ്ങനെ ഒരു മനുഷ്യായുസിലെ എന്ത് കാര്യവും ആകട്ടെ, വിളിക്കൂ രാജൻ പന്തൽ വർക്സ്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. പിന്നെ ഒരു കാര്യം, കടം അത് ഞങ്ങൾ വാങ്ങില്ല, നിങ്ങൾ ചോദിക്കരുത്. രാജൻ പന്തൽ വർക്സ്, 9873273333. വിവാഹം നടക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനും സ്ട്രെസ്സും നേരിടുന്നവരാണ് നിങ്ങൾ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുത്തുവാക്കുകൾ കേട്ട് നാട് വിട്ടു പോയാൽ മതി എന്നുവരെ ചിന്തിച്ചവരാണ് നിങ്ങൾ. എങ്കിൽ ഒട്ടും വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള പരിഹാരം ഇവിടെയുണ്ട്, നിങ്ങൾക്കുള്ള പങ്കാളി ഇവിടെയുണ്ട്. മടിച്ചു നിൽക്കാതെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ ഞങ്ങളുടെ KKPP മാട്രിമോണിയിൽ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ 10% ഓഫുണ്ട്. വെറും 999 രൂപ മാത്രം. നിങ്ങളുടെ സങ്കല്പത്തിലെ വരൻ എങ്ങനെയാണ്? പരസ്പരത്തിലെ കൃഷ്ണേട്ടനെയും സൂരജിനെയും പോലെയും, അതോ ചന്ദ്രമലയിലെ അർജുനെയും അഭിഷേകിനെ പോലെയും? എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം KKPPയിലുണ്ട്. അപ്പോൾ മടിച്ചു നിൽക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് KKPP മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇനി 2-3 പ്രൊഫൈലുകൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് അഞ്ജലി. 21 വയസ്സാണ് എൻ്റെ പ്രായം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അടുക്കള, അമ്പലം, വീട്, വീട്, അടുക്കള, അമ്പലം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ ഒരു കല്യാണം കഴിച്ച് കുടുംബിനിയായിട്ട് ജീവിക്കണം. ഭർത്താവിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ നോക്കി ഒരു അടുക്കളയിൽ സീരിയലും ഒക്കെ ആയിട്ട് ജീവിക്കണം എന്നായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാൽ കേസാവുന്നോ, ഏതോ ആർട്ടിക്കിൾ 21A പ്രകാരം കുട്ടികൾക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രം ഞാൻ പഠിക്കാൻ പോയി. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ തന്നെ +2 തോറ്റ ശേഷം ഞാൻ വീണ്ടും എൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വീട്ടുകാരോട് പറഞ്ഞു. അതായത് എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെ വീട്ടുകാർക്ക് എൻ്റെ ആഗ്രഹം മനസ്സിലാവുകയും അവരെന്നോട് പറഞ്ഞു KKPP മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാനും പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത ഉടനെ എനിക്ക് മനസ്സിലായി, ഇതെല്ലാം തറവാട്ടിൽ പിറന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള മാട്രിമോണിയാണ്. അപ്പോൾ എന്നെ വേണം, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനേ ഉള്ളൂ, ഞാൻ എൻ്റെ കുടുംബിനിയാവും. അടുക്കള, വീട്, വീട്, അടുക്കള. അതുപോലെ നന്നായി പാചകം ചെയ്യും. ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങേക്ക് എന്നും കഴിക്കാം. എന്നെ ശകാരിക്കാം, വഴക്ക് പറയാം, ദേഷ്യപ്പെടാം, വേണമെങ്കിൽ തല്ലുകയും ചെയ്യാം. എനിക്കൊരു കുഴപ്പവുമില്ല. പഠിപ്പും വിവരവുമുള്ള അഹങ്കാരികളായ സ്ത്രീകളെ പോലെ അങ്ങയോട് തർക്കുത്തരം പറയാനോ ഒന്നും ചോദിക്കാനോ സംശയം ചോദിക്കാനോ ഒന്നും ഞാൻ വരില്ല.
എനിക്ക് വേണ്ടത് സ്നേഹം, കെയർ, ദേഷ്യം അത് മാത്രം മതി. അങ്ങയുടെ തണലിൽ എന്നും ഞാൻ ജീവിച്ചു കൊള്ളാം. അതുപോലെ എനിക്ക് നന്നായി പാചകം ചെയ്യാനറിയാം, പാട്ട് പാടും, പുരുഷന്മാരുടെ മുഖത്തേ നോക്കില്ല. ഞാൻ അത്രയും അടക്കവും ഒതുക്കവുമുള്ള ഒരു കുടുംബിനിയായിരിക്കും. എനിക്ക് വേണ്ട പുരുഷന്മാർ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ദയവ് ചെയ്ത് എൻ്റെ പ്രൊഫൈൽ ലൈക്ക് ചെയ്യുക. എനിക്ക് ബയോഡേറ്റ അയക്കുമ്പോൾ മീശയുള്ള ഫോട്ടോ നോക്കി അയക്കുക. അങ്ങനെയുള്ള ആൺകുട്ടികളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നന്ദി. നിങ്ങളുടെ നാട്ടിൽ ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നീ വിവേചനങ്ങളുണ്ടോ? എങ്കിൽ ഇനി വിഷമിക്കേണ്ട. ആർട്ടിക്കിൾ 15 ഡസ്റ്റർ ഇത് ഉപയോഗിച്ച് മായ്ക്കൂ. ജാതി പോയല്ലോ, മതം ഇല്ല, ലിംഗവ്യത്യാസം ഇല്ല, ജന്മസ്ഥലം ഒക്കെ മാറി. ആർട്ടിക്കിൾ 15 ഡസ്റ്റർ ഇത് തുല്യതയുടെ ഡസ്റ്റർ. വ്യത്യാസങ്ങളെ നീക്കി ഇന്ത്യയെ ഒരുമയാക്കാൻ. ഹായ്, എൻ്റെ പേര് ശ്രേയ. എനിക്ക് 29 വയസ്സായി. എൻ്റെ സ്ഥലം മലപ്പുറത്താണ്. ഞാനൊരു എൻ്റർപ്രണറാണ്. എൻ്റർപ്രണർ മാത്രമല്ല, ഞാനൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരിയധികം ഫണ്ടും ഗ്രാൻസും ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ നന്നായി തന്നെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നുണ്ട്. ഇത്രയുമാണ് ഞാനെന്ന വ്യക്തിയെപ്പറ്റി പറയാനുള്ളത്. ഇനി എൻ്റെ ഭാവി ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനൊരു ആക്ടിവിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഒത്തിരിയധികം കാര്യങ്ങളിൽ എനിക്ക് ഇടപെടേണ്ടി വരും. എൻ്റേതല്ലാത്ത കാര്യങ്ങളിലും എൻ്റെ കൂട്ടുകാരുടെ കാര്യങ്ങളിലും ഒക്കെ എനിക്ക് ഇടപെടേണ്ടി വരും. സമൂഹ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാത്തിലും. അപ്പം ഞാൻ എങ്ങോട്ട് പോകുന്നു, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അതെന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അങ്ങനെയൊന്നും ചോദിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഒട്ടും താല്പര്യമില്ല ഒരു ഭർത്താവായി സ്വീകരിക്കാൻ. എപ്പോഴും എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം. ഞാൻ എന്ത് ചെയ്താലും അതിനൊരു നല്ല വശം ഉണ്ട് എന്ന് കരുതി ഞാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം. എന്നെ ഒരു കാരണവശാലും കൊണ്ട് ഒരു കാര്യങ്ങളിലും എന്നെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഭാവിയിൽ ഒരു ഡിവോഴ്സിൻ്റെ കാര്യത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യമേ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ സ്വഭാവത്തോട് ഒരുമിച്ച് പോകാൻ പറ്റുന്നവർ എൻ്റെ പ്രൊഫൈൽ കയറി ലൈക്ക് ചെയ്യുക, എനിക്ക് ബയോഡേറ്റ അയയ്ക്കുക. സമൂഹത്തിന് മുമ്പിൽ തുല്യരല്ല എന്ന തോന്നലുണ്ടായിട്ടുണ്ട്. ഈ തോന്നൽ കാരണം നിങ്ങൾ പല അവസരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാറുണ്ട്. എങ്കിൽ ഇനി അത് വേണ്ട. ഇതിന് പരിഹാരമായി ഞങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ലോ. ഇതൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൽപ്പന്നമാണ്. ഇതൊരു അല്പം തേച്ചാൽ നിങ്ങൾ എല്ലാവരും നിയമത്തിന്റെ കീഴിൽ തുല്യരാകുന്നു. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ലോ ഇതൊരു സമത്വ വാഗ്ദാനമാണ്. എത്ര പാവപ്പെട്ടവനായാലും പണക്കാരനായാലും കറുപ്പുള്ളവനായാലും വെളുത്തവനായാലും എല്ലാവർക്കും ലോ ഇനി ഒരേപോലെ. ലോ എന്ന ഒരു പ്രിവിലേജ് അല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അതിനാൽ യൂസ് ചെയ്യൂ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ലോ. ഈ എല്ലാ മുഖങ്ങളും ഒരുപോലെ തിളങ്ങട്ടെ. Hi, I'm Leena Philip. I'm 26 years old now and I'm currently pursuing my LLB course. ഞാനൊരു സെക്കൻഡ് മാരേജ് പ്രപ്പോസലാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏജിൽ എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയി അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് നോക്കുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പതുക്കെ ആളുടെ സ്വഭാവം മാറി. അപ്പോൾ ആൾക്ക് ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആൾ ഫാമിലി നോക്കിക്കോളാം, സ്ത്രീകൾ പഠിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകൾ പഠിക്കണ്ട എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് ആയതാണ്. അപ്പോൾ ഒരു വിമനും എഡ്യൂക്കേഷൻ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സോ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾക്കും കൂടെ നിൽക്കുന്ന സപ്പോർട്ടീവായിട്ടുള്ള ഒരാളിനെയാണ് ഞാൻ നോക്കുന്നത്. ഇത് വെറും ഒരു പേനയല്ല, ഇതാണ് എഡ്യൂപെൻ, കുട്ടികൾക്ക് പഠിക്കാനും വളരാനും വേണ്ടി. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 45 പ്രകാരം 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി നിർമ്മിച്ച ഒരു പ്രത്യേക പേനയാണ് എഡ്യൂപെൻ.
ആർട്ടിക്കിൾ 45 ഒരു തുടക്കം. എല്ലാവരും മേടിക്കുക. ഓൺലൈനിലും ഓഫ്ലൈനിലും ലഭ്യമാണ്. എല്ലാവരും പഠിക്കട്ടെ, പ്രകാശം പകരട്ടെ. ഇന്നത്തെ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല 10,000 പ്രൊഫൈലുകൾ ഞങ്ങളുടെ KKPP മാട്രിമോണിയിലുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. KKPP മാട്രിമോണിയിൽ വെറും 999 രൂപ മാത്രം. അടുത്ത ദിവസം പുതിയ എപ്പിസോഡിൽ പുതിയ പ്രൊഫൈലുകളുമായി കാണും വരെ ഈറ്റ് സൈനിങ് ഓഫ് ഫ്രം രജിഷ, KKPP മാട്രിമോണി.